അല്ല രാവണേട്ടാ, അതിനകത്തൊരു സൈക്കോളജി ഉണ്ട്, മനഃശാസ്ത്രമുണ്ട്. അതിൻ്റെ പുറകെയുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം. ആ ആ പകലിലെ കടല, രാത്രി കടലാണ്. നമ്മുടെ ഈ സെക്ഷൻ ക്യാമ്പംഗങ്ങളുടെ പരിചയപ്പെടൽ, കവിതാ വായന, ചർച്ച. ഈ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, ഈ പാട്ടും അതുപോലെ ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഈ രണ്ട് പാട്ടും മലയാളികൾ ഏറ്റുചൊല്ലിയ രണ്ട് പാട്ടുകളാണ്. കവിയും ഗാനരചയിതാവും ആയ തൃശ്ശൂരിൻ്റെ സ്വന്തം ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മാഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. ചന്ദ്രു ഇങ്ങോട്ട് കയറിയോ? ഇങ്ങോട്ട് കയറിയോ? ഹലോ, വളരെ സന്തോഷമുണ്ട് കവിശകയുടെ കവനം പരിസ്ഥിതി ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഞാൻ രണ്ടാമത്തെ തവണയാണ് സൈലൻറ്റ് വാലിയിൽ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് സുഗതകുമാരിയുടെ ഓർമ്മ സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചിട്ട് പരിപാടിയിലേക്കാണ് ആദ്യമായിട്ട് വന്നത്. ഒരുപാട് പരിസ്ഥിതി കവിതകൾ എഴുതിയിട്ടുള്ള ആൾ സുഗതകുമാരി നമുക്കറിയാം. അപ്പോൾ അവരനുസ്മരിച്ചത് ഇതുപോലുള്ളൊരു സ്ഥലത്തായിരുന്നു. എന്തായാലും കവിതയും നമ്മുടെ ഭൂപ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ തന്നെ രാഷ്ട്രീയവും എല്ലാം ഒന്ന് ചേർന്ന് വരുന്ന ഒന്നാണ് നമ്മുടെ സാഹിത്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെഴുതിയാലും അതിലറിയാതെ പ്രകൃതി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതായി, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് അറിയാവുന്നൊരു ചെറിയ വലിയ കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ നാടിനെ കണ്ടാണ് നമ്മൾ സാഹിത്യം പിന്നീട് കാണുന്നത്. നമ്മൾ കുഞ്ഞു നാൾ തൊട്ട് കണ്ണു തുറന്ന നാൾ തൊട്ട് കാണുന്നത് പ്രകൃതിയാണ്. അത് നമ്മൾ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യം സ്കൂളുകളിലേക്ക് ഒക്കെ കുട്ടികളൊക്കെ വരുന്നത് നല്ല കറുകപ്പുൽ വിരിയിട്ട നടവരമ്പത്ത് കൂടെ ആയിരുന്നു. ആ നടവരമ്പത്ത് കൂടെ നടന്നു വരുമ്പോൾ ചില സമയത്ത് കാണാം തത്തത്തൂവലുകൾ കുത്തി നിർത്തിയതുപോലെയുള്ള ഞാറ്റുപാടങ്ങൾ, ചിലപ്പോൾ കനക കതിർമണികളിൽ കാറ്റിലാടുന്ന ദൃശ്യങ്ങൾ, അടുത്ത പറമ്പിലൂടെ കുളക്കോഴികൾ കോട്ടുമിട്ടിട്ട് കേസ് വാദിക്കാൻ പോകുന്ന വക്കീലന്മാരെ പോലെയുള്ള നടത്ത ചന്തങ്ങൾ, ചമയങ്ങൾ, അടുത്ത് നീർച്ചാലുണ്ടാവും. ആ നീർച്ചാലിലൂടെ വെള്ളിക്കൊലസ് തുള്ളി മറിയുന്നത് പോലെ പരൽമീനുകളുടെ മിന്നലാട്ടം കാണാം. ചിലപ്പോൾ കാണാം കുഞ്ഞു ചുമന്ന ബ്രാൽക്കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം അങ്ങനെ പറ്റിച്ചേർന്ന് പോകുന്ന കാഴ്ചകൾ. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മക്കൾ കണ്ടില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ നാടിൻ്റെ പരിസ്ഥിതി ആകെ മാറി. ഈ പാടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി അതിൻ്റെ മുകളിൽ ടെറസ് വീട് വെച്ച് അരി വടക്കേത്തിൽ നിന്ന് എപ്പോഴാണ് വരുന്നതെന്ന് കാരണന്മാർ പത്രം നോക്കുന്ന ഒരു കാലത്തിലേക്ക് പിന്നീട് കാലം പോയി. അപ്പോൾ നമ്മൾ പരിസ്ഥിതിയെ നമ്മളെ തന്നെ മറക്കുന്ന
ചിലയിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പ്രസക്തിയുള്ളത്. നമ്മുടെ ജീവിതത്തിന്, മനുഷ്യത്വത്തിന്, നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള നമുക്കൊരു ഉപാധിയുണ്ട്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിളിച്ച് പറയേണ്ടത് നമ്മുടെ എഴുത്തിലൂടെ തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് അത്രയും പറയാൻ പറ്റുള്ളൂ. പറയുമ്പോൾ അതൊരുപാട് രാഷ്ട്രീയമുള്ള കാര്യങ്ങളായിട്ട് മാറും എന്നുള്ളതാണ്. പണ്ട് ചുള്ളിക്കാട് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. ചുള്ളിക്കാട് പറഞ്ഞത് വലിയൊരു അനുഭവമാണ്. അതേ പറഞ്ഞ് ഞങ്ങൾ 32 മൈൽ സൈക്കിൾ ചവിട്ടിയിട്ടാണ് സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ പോകാറ്. ഒരു ദിവസം സാംബശിവൻ വരാൻ വൈകി കഥ പറയുന്നിടത്തേക്ക്. അതൊരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിബന്ധനയുണ്ടായിരുന്നു. സാംബശിവനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ്. കാരണം ക്ഷേത്രമാണ്, അവിടെ രാഷ്ട്രീയം ഒഴിച്ചുള്ള കഥ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സാംബശിവൻ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം പറയില്ല, ഞാൻ കഥ പറയാനല്ല വരുന്നതെന്ന് സാംബശിവൻ പറയുകയും ചെയ്തു. ഇവിടെ സാംബശിവൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിലും സംപൂജ്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, ഞാൻ വരാൻ ഒരു 15 മിനിറ്റോളം വൈകി. അതിന് കാരണമുണ്ടായി. ഞാൻ നഗരത്തിലേക്ക് കടന്നു വരുന്ന വഴിക്ക് യുവാക്കളുടെ ഒരു ജാഥ കടന്നു പോകുന്നുണ്ടായിരുന്നു. അന്നത്തെ അരിയുടെ വില കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഷ്ടികൾ ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഉറച്ച ശബ്ദത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു, ഈ ഗുലാബ് സിന്ദാബായ്, ഈ ഗുലാബ് സിന്ദാബായ് എന്ന് അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഗുലാബ് സിന്ദാബ്, ക്ഷേത്ര കമ്മിറ്റിക്കാരെ പരിപാടി പൊളിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയാണ്ടല്ലോ. ഇത് ഞാനും ഇടയ്ക്ക് സൂത്രത്തിൽ സിനിമാ പാട്ടിൽ വരെ ചെയ്യും. ഞാൻ എനിക്കൊരു പിടിക്കുന്നൊക്കെ വിചാരിക്കും, പിടിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഉറുമിയിലൊക്കെ പാട്ട് എഴുതുമ്പോൾ കതിരെല്ലാം കെട്ടണം, അതിൽ വന്നവരും പോയവരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് നമ്മൾ എഴുതണ്ട്, അറിയാണ്ട് എഴുതുന്നത്. അവരറിയില്ലത്. നമ്മുടെ ഒരു രാഷ്ട്രീയം നമ്മൾ അറിയാതെ സിനിമാ പാട്ടിൽ വരും പോലും നമ്മൾ എഴുതാറുണ്ടെന്നുള്ളതാണ്. ഇപ്പം നേരത്തോടെ സൂചിപ്പിച്ച ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടുതൊട്ടോ, ഏനീതൊന്നും അറിഞ്ഞതേയില്ലെൻ്റെ പൊന്നാരപ്പൂ കുയിലേ. ഇതിൻ്റെ കഥ കമൽ സാറ് പറയുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. വളരെയധികം വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തൊരു സിനിമയായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ബിജു ബാലകൃഷ്ണൻ മാഷോട് ഇരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് അന്നത്തെ നാടാർ സമുദായത്തിൻ്റെ പോയ കാലഭാഷ സെല്ലിലൂടെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനും അറിയാം. നമുക്കറിയാലോ റോസിയുടെ കഥ. ആദ്യമായിട്ടൊരു പെൺകുട്ടി സിനിമയിലേക്ക് വരികയാണ്. അന്ന് വരെ ഒരു സ്ത്രീയും സിനിമ, ഒരു പെൺവേഷം, ഒരു പെണ്ണ് ഒരുങ്ങി സിനിമയിൽ അഭിനയിക്കാൻ വന്നിരുന്നില്ല. പെൺവേഷം കെട്ടുകയായിരുന്നു. പുരുഷന്മാരായിരുന്നു അന്ന് വരെയുള്ള സിനിമയിലൊക്കെ തന്നെ. ആദ്യത്തെ വിഗതകുമാരൻ ആ സിനിമയ്ക്കാണ്. അല്ല, അന്ന് ബാക്കിയുള്ള സിനിമകൾ, മലയാള സിനിമ ഉണ്ടായിരുന്നു, അതിൽ സ്ത്രീ വേഷം കിട്ടിയിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു. പുരുഷന്മാരല്ല, അതിൽ മുൻപിലുണ്ടായിരുന്നു. ഇല്ലേ? ഉണ്ട്. തമിഴിലൊക്കെ കൃത്യമായിട്ട് അതെ അതെ, ഇതാണ് എൻ്റെ ചരിത്രം. അപ്പോൾ അന്നൊരു സ്ത്രീ, ഇപ്പോൾ മലയാളത്തിൽ സ്ത്രീകളൊന്നും അഭിനയിക്കാൻ തയ്യാറല്ലല്ലോ. അതുകൊണ്ട് അവർ വടക്കേ ചെയ്യുന്നൊരു നടിയെ കണ്ടെത്തിയിരുന്നു. അവർ ഇവിടേക്ക് വന്നു, തിരുവനന്തപുരം വന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വലിയ നടിയായി വരുമ്പോഴേക്കും അവരിങ്ങനെ ഒരു കൊട്ടാരങ്ങളുടെ പറഞ്ഞ് എനിക്ക് ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അത് രാജകൊട്ടാരമായിരുന്നു. പിന്നെ അവർ പറഞ്ഞു എനിക്ക് കാറ് വേണമെന്നായിരുന്നു. അന്ന് കേരളത്തിൽ 4 കാറുണ്ടായിരുന്നുള്ളൂ. അവിടെ ബോംബെയിലുണ്ടായിരിക്കും, പക്ഷെ അവിടെ അവർ താമസിച്ചിരുന്നത് ഒരു പെട്ടിക്കട പോലത്തെ ഒരു വീട്ടിലായിരുന്നു എന്നാണ് കൊണ്ടുവന്ന ആളുകൾ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് പറയുന്നത്, കാക്കരശ്ശി നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു പുലയ പെൺകുട്ടിയുണ്ട്. അവൾ ഇപ്പോൾ കൺവെർട്ടഡ് ആയിട്ട് ക്രിസ്ത്യാനിയാണ്, ഇപ്പോൾ റോസി എന്നാണ് പേര്. അവൾ അഭിനയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളെ
ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവരൊരു നായർ വേഷമാണ് അവർ ചെയ്തത്. അത് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളെ ഇളകി. കാരണം ഒരു പുലിയ പെൺകുട്ടിയെ അഭിനയിക്കുക നായർ വേഷം കെട്ടിയത് പോലും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആദ്യത്തെ സിനിമയുടെ അന്ന് തന്നെ അവർ സിനിമയുടെ ആദ്യ പ്രദർശനം പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് ഓടിപ്പോയതാണ്. ഇതുവരെ റോസി എവിടെയാണെന്ന് ശരിയായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് റോസിയുടെ ജീവിത കഥ എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഇതിലൊക്കെയുള്ള വലിയ രാഷ്ട്രീയം നമുക്ക് അവർ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കാലം എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കാറില്ല. നമുക്ക് ഒരു 10 കൊല്ലം പിറകോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് കൊല്ലം പിറകോട്ട് പോകുക കഴിയുന്നുള്ളതാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ധീരന്ത് മഞ്ജുന്ദാരുടെ അമ്മ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ധീരന്ത് മഞ്ജുന്ദാരുടെ അമ്മയ്ക്ക് 90 വയസ്സായി. അവർക്ക് 9 മക്കളുണ്ടായിരുന്നു. അവർ 5 മക്കളെ ഇന്ത്യക്ക് വേണ്ടി ബലികൊടുത്തു, 4 പേരെ പാകിസ്ഥാനും. എന്നിട്ട് പുതിയ തലമുറയിലെ മക്കളെ മുഴുവൻ അവർ മക്കളായും പേരക്കുട്ടികളായിട്ടൊക്കെ ദത്തെടുത്തു. അവർ ഇന്ത്യൻ വിഭജനത്തിൻ്റെ കാലത്തുണ്ടായ ഒരു കഥയാണത്. അവൾ പറയുന്നുണ്ട്, നിങ്ങളറിയുമോ എൻ്റെ മകൾ മിന്നിധിയെ? അവളുടെ ഒറ്റ തോഴിയാണ് ലൈല. കണ്ണീര് കണ്ടാൽ വിതുമ്പും, രക്തം കണ്ടാൽ തല ഇറങ്ങും. ആ കുട്ടിയാണ് ചാർത്തകയിലെ യൂറോപ്യൻ ക്ലബിന് ബോംബെറിഞ്ഞ് പൊട്ടാസ്യം സൈനറ്റിൽ നിന്നും മരിച്ചത്. അവരുടെയൊക്കെ രക്തത്തിൽ കിടത്ത സ്വാതന്ത്ര്യമാണ് നിങ്ങളെന്ന് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു പുസ്തകം വായിക്കുമ്പോഴാണ്. അത് വെറൊരു കഥയല്ല, അത് ചരിത്രപരമായ ഒരു സംഭവമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, SRCPയുടെ പട്ടാളത്തിന് മുമ്പിൽ അന്നത്തെ ഒരു പുസ്തകത്തിൽ പറയാം, ഞങ്ങൾ 5 പേർ SRCPയുടെ പട്ടാളത്തിന് മുമ്പിൽ വിരിമാറ് കാണിച്ചു നിന്നു. എന്നിട്ട് എൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്കാർക്കും വിരിമാറൊന്നും ഉണ്ടായിരുന്നില്ല, കൂരച്ച നെഞ്ചുള്ള ആളുകളായിരുന്നു ഞങ്ങൾ. കൂരച്ച നെഞ്ചുള്ള ആളുകളും കൂടി ഉണ്ടാക്കിയതാണ് നമ്മളിന്ന് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒരു കുഴപ്പം എന്നുള്ളതാണ്. നമ്മളെത്ര പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മളെല്ലാം തികഞ്ഞ ഒരു നാടായി നമുക്ക് തോന്നുമ്പോഴും നമ്മുടെ ആളുകളുടെ ഉള്ളിലേക്ക് വർഗീയതയുടെ കടന്നുകയറ്റുകൾ നമുക്ക് ഭയം തോന്നുന്നു. വരുന്നൊരു കാലത്ത് നമ്മുടെ മക്കൾ തലമുറകളായിട്ട് അങ്ങനെ ജീവിക്കും, അത് വർഗീയതയുടെ വലിയ കൈപ്പിടിയിൽ ഒതുങ്ങുമല്ലോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള പേടി. മനുഷ്യത്വം ചോർത്തിക്കളഞ്ഞ് മതേതരത്തെ അവസാനിപ്പിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം അവരോർത്ത് കഥ എഴുതുന്ന ആളുകളാണ്, കവിത എഴുതുന്ന ആളുകളാണ്, മനസ്സിൽ മനുഷ്യത്വം മാത്രം സൂക്ഷിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളെ ഓരോന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് വ്യസനങ്ങൾ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലത്തിൻ്റെ കുഴപ്പം. പോയ കാലത്ത് വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എല്ലാറ്റിലും ഉണ്ടായി. ഞാൻ നേരത്തെ എൻ്റെ ഭൂപ്രകൃതിയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ കാര്യം തന്നെ നോക്കുക. നമ്മുടെ മക്കൾ നമ്മളെ പോലെ ജീവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലേ? നമ്മളൊക്കെ ഒരു ഒലപ്പീപ്പി ഉണ്ടാക്കി അതിൽ നിന്ന് ശരിയായ ശബ്ദം വരുമ്പോൾ കുട്ടിക്കാലത്ത് അവൻ്റെ അഹങ്കാരം ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ എന്ത് പീപ്പി ഉണ്ടാക്കിയാലായിരുന്നു ഒച്ച ശരിക്കും വരില്ല. പക്ഷെ ചില ആൾക്കാർ വളരെ കൂളായിട്ട് പാട്ടൊക്കെ പഠിപ്പോകും, അല്ലേ? ഈർക്കിളി കൊണ്ട് കണ്ണാട വെച്ച് പോകുന്നവൻ്റെ ഒരു ഗമ നമ്മൾ കാണേണ്ടതായിരുന്നു. ഓല കൊണ്ട് പെട്ടെന്നൊരു വാച്ചുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പമ്പരം ഉണ്ടാക്കാൻ വേണ്ടി ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി അതിനുള്ളിൽ ഈർക്കിളി കുത്തിങ്ങനെ തിരിച്ചു പോവും. അപ്പോൾ ശരിയായ ദിശയിലൂടെ പമ്പരം തിരിഞ്ഞാൽ അവന് അഹങ്കാരം ഉണ്ടാവും. അതിന് കാരണം അവൻ്റെ കളിപ്പാട്ടം അവനുണ്ടാക്കിയത് എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ടതായ എഞ്ചിനീയറിംഗ് പരിപാടിയാണ് ഇപ്പോൾ. അവൻ്റെ മനസ്സിലപ്പതിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായ ഒരു എഞ്ചിനീയറിംഗ് പണി കാലം മാച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ആന്തരികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ഒരു തലമുറ കടന്ന് വരാൻ സാധ്യതയുണ്ട്. പണ്ട് എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിക്ക് ഒരുപാട് നാട്ടുപാട്ടുകൾ അറിയാമായിരുന്നു, കടങ്കഥകൾ അറിയാമായിരുന്നു, പഴഞ്ചൊല്ലുകൾ അറിയാമായിരുന്നു. അവർ നാരായണ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കനോലി കനാലിലൂടെ കണച്ചാങ്ങട വഴി ഇങ്ങനെ ഒരു വഞ്ചിയിൽ ഇരുന്നിട്ട് നാരായണ ഗുരു പോകുന്നവർ കണ്ടിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ ചരിത്രം
അവർക്ക് അറിയാമായിരുന്നു. ഇന്നത്തെ SNDPക്കാർക്ക് എത്രമാത്രം നാരായണഗുരുവിനെ കുറിച്ച് അറിയും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട, നമ്മളെ മറ്റു രീതിയിൽ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇന്നത്തെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. പൂക്കളൊക്കെ വളരെ കുറവായിരിക്കും, വിളക്കുകൾ കുറവായിരിക്കും. പക്ഷെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചൊരു വലിയ വാക്യമുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, ജാതിഭേദ മതഭേദമില്ലാതെ സർവരും സോദരത്തേൽ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നാണ് അദ്ദേഹം കാലത്തോട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ നമ്മുടെ അക്ഷരത്തിന് വേണ്ടി, അക്ഷരം അഗ്നിയാണെന്നും അത് അന്ധകാരത്തെ അകറ്റുമെന്ന് അറിഞ്ഞ ഒരുപാട് നല്ല വലിയ മനുഷ്യർ നമുക്കുണ്ടായിരുന്നു. അവരൊക്കെ ശ്വസിച്ചുവിട്ട വായുവാണ് നമ്മളിന്ന് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. നേർവഴിയിലൂടെ നടന്ന് നല്ല കാര്യം വരും തലമുറയ്ക്ക് കൈമാറുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കണം. ഞാനിന്നലെ പൊന്നാനി കോളേജിലാണ് പോയിരുന്നത്. ആ കോളേജിൽ ഇംഗ്ലീഷ് യൂണിയൻ്റെ അസോസിയേഷൻ്റെ പേര് ഭാവന എന്നായിരുന്നു. എന്തുവേണമെങ്കിലും ആൾക്ക് തർക്കിക്കാൻ പറ്റില്ല, ഭാവനയല്ല. പക്ഷേ ഒരു തലയെക്കെട്ട് തന്നിരുന്നു റിബൺ, അതും എഴുതിയിരുന്നത് അവൾക്കൊപ്പം എന്നാണ്. ഈ പുതിയ കാലത്ത് നമ്മളെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. കൊട്ടേഷൻ എന്ന് പറയുന്ന കാര്യം ഏറ്റവും വളരെ ക്രൂരതയുള്ളൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ തെറ്റ് ചെയ്തു അല്ലേ, ഇതൊരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു, അരമണിക്കൂറാകുമ്പോഴേക്കും തോന്നണം അത് വേണ്ടടാ, എനിക്ക് അപ്പോഴത്തെ ഒരു വിഷമത്തിന് പറഞ്ഞു. അതുപോലും ഇല്ലാതെ ആളുകളായിട്ട് മനുഷ്യർ മാറുകയാണ്, അവർ മാതൃകയാവുകയാണ്. എല്ലാ മോശത്തരങ്ങളും ചെയ്തിട്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഒരുപാട് ഒരു മൊറാലിറ്റി ഇല്ലാത്ത ആളുകളെ പിന്താങ്ങാൻ എത്ര പേരും ഒരു ഉളുപ്പില്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലോകത്തെ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എഴുത്തുകാർ വലിയ നല്ല നിലപാടുകളെടുത്ത് മുന്നേറാൻ നമുക്കൊക്കെ പറ്റണം. ഞാനത് പറഞ്ഞതെന്ന് മാത്രം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ് അല്ലേ. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മളെ വ്യസനിപ്പിക്കുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ നമ്മുടെ വ്യസനം കുറച്ചെങ്കിലും കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അതിൻ്റെ അതിരിനൊപ്പം അപ്പുറത്തേക്ക് പോകാൻ കഴിയും. എന്തായാലും കവിത വായിക്കാം അല്ലേ. പ്ലാവ് എന്നൊരു കവിത പലരും കേട്ടിട്ടുള്ളതാണ്. ഞാൻ പരിസ്ഥിതി ക്യാമ്പായതുകൊണ്ട് അതും കൂടി അങ്ങനത്തെ നല്ലോണം വായിക്കല്ലേ. ഒറ്റടി വെച്ചു പഠിച്ചു കളിച്ചൊരു മുറ്റത്തുണ്ടൊരു പ്ലാവ്, വറുതിക്കാലം അറുതി വരുത്തി മധുരം തന്നൊരു പ്ലാവ്, കഞ്ഞി കുടിക്കാൻ ആദ്യം കുത്തിയ പ്ലാവിലയും തന്നു, ഉണ്ണിപ്പുരയിൽ വെച്ചു കളിക്കാൻ പാത്രങ്ങൾ തന്നു, പോലീസായി ക്ഷമയിൽ ചമയാൻ തൊപ്പിയെനിക്കേകി, ഒളിച്ചു കളിക്കാൻ ഊഞ്ഞാലാടാൻ തുണയായി തണലായി, ആർത്തിമുഴുത്തൻ നാട്ടുങ്ങൾക്ക് ഇലകൾ മൃതായി, എൻ പാട്ടിനു പാടിയെടുത്തോർക്കെല്ലാം അഭയം നീയായി, ഓർത്തു വരുമ്പോൾ ബാല്യം മുഴുവൻ പടർന്നേ നിൽപ്പൂ നീ, ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ. മറ്റൊരു കവിതയുടെ പേര് കിണ്ണം എന്നാണ്. അഴികളടർന്ന പത്തായത്തിൽ ക്ലാവു പിടിച്ച് മോക്ഷം കാത്തുകിടപ്പു ഓട്ടിൻ കിണ്ണമൊരഞ്ചാറെണ്ണം, കണ്ടാലറിയാത്തതുപോൽ ഞാനത് കണ്ടുമടുത്തു സഹിച്ചു കഴിഞ്ഞു, മുത്തശ്ശിക്കത് ശ്രീധരമായി കിട്ടിയതാവാം, അവകാശികളായി പുതുതലമുറ നിര മുഴുവൻ കാണാം, എന്നിട്ടും ഒരു ദുർബല ചിന്തയ്ക്കൊടുവിൽ കിണ്ണം മുഴുവൻ സഞ്ചിയിലാക്കി
കൊണ്ടു നടന്നു പട്ടണമാകെ പഴയതു നൽകി പുതുമയെഴുന്നവ വാങ്ങാൻ കണ്ടില്ല ഇതുവരെ പകരം വയ്ക്കാൻ കൊണ്ടു നടക്കുകയാണെന്നും ഞാൻ കിണ്ണം കട്ടൊരു മനസ്സും കൊണ്ടി ജന്മം മുഴുവൻ അലയാനാണോ എന്നുടെ വിധി ഇനി വിട്ടൊഴിയാ പെരുമന്തും പേറി. കുളക്കോഴികൾ ഭാഗം കിട്ടിയ മണ്ണു മുറിച്ച് ഭാഗ്യക്കേടിനു പാതി കൊടുത്തു. പുതിയൊരു വീടു ചമയ്ക്കണമല്ലോ, പഴയൊരു ആശയൊടുക്കണമല്ലോ. മാവും പുളിയും ഇലഞ്ഞിയും ഇനി മുതൽ അതിരിനുമപ്പുറമാണല്ലോ. മീൻ കുളമില്ലിനി വാങ്ങിയ കൂട്ടർ മണ്ണിട്ടവിടെ നികത്തുകയായി. കൊച്ചുമകൻ അത് സങ്കടമായി, മുറ്റത്തെന്തിനി കാഴ്ചകളായി. കുളങ്ങര പന്തക്കാടിനകത്ത് കുളക്കോഴികളുടെ വാസം. അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളുമായി കാലത്താണു സവാരി. കാലും നീട്ടി വലിച്ചു ചേലിൽ മുറ്റത്തേക്കവരെത്തും. കൊത്തിയെടുത്ത് പകുത്തു കഴിക്കും ഇത്തിരി പോന്ന കുടുംബം. ഇനി ആ കാഴ്ചകളില്ലല്ലോ എൻ കൊച്ചു കുടുംബക്കാർക്കും. നോക്കിയിരിക്കേ ഓരോന്നങ്ങനെ മറയുകയാണോ നിത്യം. നോക്കിയിരിക്കേ ഓരോന്നങ്ങനെ മറയുകയാണോ നിത്യം. മറ്റൊരു കവിതയുടെ പേര് ചേരി എന്നാണ്. ചോർന്നൊലിക്കണ ആകാശത്തിന് കീഴെയുള്ളോരെ, ചേരിയിലെ കൂരയിലും മഴ നനയണോരെ. ചേറിലാണ്ടു വിണ്ടു കീറി നീറി നിൽപ്പോരെ, വേർപ്പണിഞ്ഞ് നെഞ്ചരിച്ച് ചോര നീറ്റണോരെ. നിങ്ങളുടെ കറുകറുപ്പിന്റെ കഥയറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ കരളുറപ്പിന്റെ കനലറിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ തുടിതാളത്തിലൊന്നേറി ഉറയണല്ലോ. പാടിയ പാട്ടിലെല്ലാം തീ പറക്കണല്ലോ. പക നിറഞ്ഞെത്തും പകൽ വെളിച്ചത്തിൽ പകച്ചു നിന്നില്ലല്ലോ. നിങ്ങൾ ഇഴയും പാമ്പായി ഇരുളും വന്നെത്തി പത്തി വിരിക്കണല്ലോ. നശിച്ച ജീവിതം ചുമലിലേറ്റുവാൻ വിധിച്ചതാരാവോ. കുതിക്കുമിങ്ങളെ ഗതിക്കു പായുവാൻ തടസ്സമെന്താവോ. ഒരിക്കലെങ്കിലും പൊൻകിനാവിൻ്റെ പടി കടന്നിട്ടുണ്ടോ. തെളിച്ചമുള്ളൊരു നാൾ വരുമെന്ന് കൊതിച്ചു നിന്നിട്ടുണ്ടോ. ഒരിക്കലെങ്കിലും പൊൻകിനാവിൻ്റെ പടി കടന്നിട്ടുണ്ടോ. തെളിച്ചമുള്ളൊരു നാൾ വരുമെന്ന് കൊതിച്ചു നിന്നിട്ടുണ്ടോ. അതാണ് മറ്റൊരു കവിത. നെല്ലിക്ക എന്നുള്ളൊരു മറ്റൊരു കവിത. ചെല്ലാലുണ്ടോ ഏതാ അതത്രയുള്ളൂ. പാടാറുള്ളത് ആ പാട്ടിൻ്റെ പേര് നെല്ലിക്ക. ഒന്നു തൊട്ടെണ്ണി തുടങ്ങുമ്പോൾ ഓർമ്മകൾ എങ്ങുമെത്താതെ വഴി പിരിഞ്ഞിടിലും ഓടിയൊളിക്കാതെ നാട്ടുകിനാവിലായി നിൽപ്പുണ്ടു നെല്ലി മരമുതു മുത്തശ്ശി. മണ്ണിൻ്റെ കയ്പും മധുരവും മൊന്തി വിണ്ണിലേക്കു ശിരസ്സുമുയർത്തി. ഉണ്ണികൾക്കെന്നും തുണയായി തണലായി തിങ്ങും മുഴുത്ത നെല്ലിക്കകൾ നൽകിയോൾ. കൊഞ്ഞിപ്പറഞ്ഞ് കിണർ തേടിയോടി എത്ര കുടിച്ചു വറ്റിച്ചു കുളിർജലം. നെല്ലിപ്പടി കണ്ടു എങ്കിലും തീർന്നില്ല പഞ്ചാര തോൽക്കും മധുരം മനസ്സിലും. അറ്റമില്ലാത്ത കയ്പുകൾ മോന്തി വന്നെത്തി ജീവിതം പിച്ച വെച്ചിടാതെ മുത്തുപോൽ നെല്ലിക്ക തന്ന പഴമൊഴി എത്തുമെന്നെങ്കിലും മധുരം നുണയുവാൻ
മുത്തുപോൽ നെല്ലിക്ക തന്ന പഴമൊഴി എത്തുമെന്നെങ്കിലും മധുരം നുണയുവാൻ. ഇപ്പം നിങ്ങൾ കേൾക്കണം, ജോബ് കുര്യൻ്റെ കുറേ പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. എനിക്കത് പാടാറിയില്ല. കണ്ണോട് കണ്ണാട എന്നുള്ള പാട്ട് ആർക്കെല്ലാം അറിയുന്നത്? ടീച്ചർക്ക് അറിയില്ലേ? പിന്നെ അറിയില്ല. അവൻ എൻ്റെ കുഴപ്പം. ആര് അതുപോലെ മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണകാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മഞ്ഞ് മേലെ വെൺമുകിലും കണ്ടേ, ചാരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മഞ്ഞ്. ഇതിൻ്റെ ഒടുക്കം എങ്ങനെയാണ്? വമ്പന്മാർ നമ്മളിലുണ്ട്, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം, ഞാനെന്ന ഭാവം മാറ്റാം. അപ്പൊ ആരെങ്കിലും പാടും? പാടും. ഏലും വേണ്ടി പാടും. അമ്മയേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് പിന്നെ വർത്താനം പറയാം. ഇതിലെങ്ങനെ പാടാം?